ഇപ്പൊ കണ്ടോ ഇതിന്റെ കളി. ഈ പമ്പര എന്റെ അടി മുതൽ മുടി വരെ മാറ്റിയിരിക്കുകയാണ്. എടാ ഇങ്ങോട്ടൊന്ന് നോക്ക്. ഷോപ്പിംഗ് മാളിൽ 40% ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വാ, ഉടൻ തന്നെ മാഡത്തിനോട് പറയണം. മാഡം 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 സൂപ്പർ മാർക്കറ്റിൽ 40% ഡിസ്കൗണ്ട് വെക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോയാലോ? സോറി കുട്ടികളെ, എനിക്ക് ഓഫീസിൽ പോകേണ്ടതുണ്ട്. ഡോണ്ട് വറി, ഞാൻ എന്തായാലും ഖന്ന സാറിനോട് ചോദിക്കാം. ഖന്ന സാർ, അങ്ങിന്ന് ഫ്രീ ആണോ? കാട്ടിൽ നടന്നു പോകുമ്പോൾ പേടിക്കേണ്ടതുണ്ട് പാമ്പിനെ കണ്ട്. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് തരുന്നു 40% ഡിസ്കൗണ്ട്. അടികൈ. കോൺഫ്ലേക്സ്. കോൺഫ്ലക്സ് എടുക്കരുത്, മാഡം ദിവസം നമ്മളെ കൊണ്ട് ഇത് തീറ്റിക്കും. അതിലെന്താ പ്രശ്നമുള്ളത്? ഇത് കഴിച്ചാൽ നല്ല ശക്തി കിട്ടും. ആ കണ്ടില്ലേ എത്രമാത്രം ശക്തി പുറത്തു വരുന്നു. സോറി. എടാ അണി, നീ വിവരം അറിയും. അല്ല, ഏതോ ഞാൻ എടുക്കേണ്ടത്. എന്നോടാണോ കളിക്കുന്നേ? ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും, പറഞ്ഞേക്കാം. മമ്മി, എനിക്ക് ഫ്രൂട്ട്സ് വേണം. എന്തായാലും രക്ഷപ്പെട്ടു. രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. അയ്യോ, എന്റെ കുട്ടി! ആരെങ്കിലും എന്റെ കുട്ടിയെ ഒന്ന് രക്ഷിക്കണേ! അല്ല, ആരാ നിലവിളിക്കുന്നത്? മീൻകറി വെക്കണമെങ്കിൽ വേണം നല്ലൊരു ചട്ടി. ഇപ്പൊ എന്റെ കയ്യിൽ കിട്ടി നല്ലൊരു കുട്ടി. അടികൈ. എന്റെ അമ്മച്ചി! എന്റെ മോനെ, നിന്നെ കാണാതെ ഞാൻ എത്രമാത്രം പേടിച്ചു എന്നറിയോടാ നിനക്ക്? എന്നെ ആരെങ്കിലും ഒന്ന് നിർത്തേ. വൗ, ഈ ചോക്ലേറ്റ് ആണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് വല്ല ജുവലറി ഷോപ്പിലോട്ടും പോയാൽ മതിയായിരുന്നില്ലേ? ഈ സൂപ്പർ മാർക്കറ്റിൽ എന്ത് കിട്ടാനാ? ജുവലറി ഷോപ്പിനേക്കാളും കൂടുതൽ കാശുള്ളത് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലാണ്. ഇവിടുന്ന് എന്തടിച്ചു മാറ്റി കൊണ്ടുപോവാനാ? ഡയപ്പറോ അതോ ബിസ്ക്കറ്റോ? ക്യാഷ് എടുക്കാടാ, ക്യാഷ്. ക്യാഷ് വേണമെങ്കിൽ ATM-ലേക്ക് പോകണം. ഇവിടെ സാധനങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. ഇവൻ നമ്മുടെ പ്ലാൻ കണ്ടെത്തിയിരിക്കുകയാണ്. ഇവനെ പിടിക്കാൻ. അവൻ എവിടെ പോയടാ? ഞാൻ വീണ്ടും ട്രോളിയിൽ കുടുങ്ങിയിരിക്കുകയാണ്. രക്ഷിക്കുക. ഇവനെന്താ പൂച്ചയാണോ അതോ കുട്ടിച്ചാത്തനോ? എപ്പ നോക്കിയാലും പ്രശ്നം തന്നോണ്ടിരിക്കുകയാണല്ലോ. കൊച്ചളിയ, ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എല്ലാം തന്നെ പോവാൻ പോവാണ്. പോകുമല്ലോ, 40% ഡിസ്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് എല്ലാം കൊണ്ടുപോകും. ഓ, ഞാൻ ആവശ്യമില്ലാതെ അവരെ സംശയിച്ചു. എടാ, പോലീസ് വരുന്നുണ്ട്, ഓടിക്കോ. നിങ്ങളെന്താ അന്വേഷിക്കുകയല്ലേ? നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എടാ, ഇവിടുന്ന് പോയേക്കാം. നമ്മുടെ പ്ലാൻ എന്തായാലും കണ്ടുപിടിച്ചില്ലേ? ആ, ഇവിടെ സെയിൽ നടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങള് ഇവിടുന്ന് എല്ലാം തന്നെ എടുത്തോണ്ട് പോവാൻ പോവാണല്ലേ? നീ പറഞ്ഞത് ശരി തന്നെയാ. നീ പോയി നിനക്ക് ആവശ്യമുള്ളത് എടുത്തോ, ഞങ്ങള് പോയി ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തോളാം. ഓക്കേ. പൂച്ചയുടെ രൂപത്തിൽ ഒരു കഴുത. നന്നായി. നമ്മളെ പ്ലാൻ ആരും കണ്ടെത്തിയിട്ടില്ല. ഗൺ എവിടെ? അറിയില്ലല്ലോ. ഇത്രയും വലിയ സൂപ്പർ മാർക്കറ്റ് അല്ലേ, അന്വേഷിച്ചു നോക്കാം. മരമണ്ട, ഗണ്ണ് വാങ്ങാനല്ല പറഞ്ഞത്. നമ്മുടെ ഗണ്ണ് എവിടെയെന്നാ ചോദിച്ചത്. അത് കാണിച്ചിട്ട് വേണം ഈ സൂപ്പർ മാർക്കറ്റ് കൊള്ളയടിക്കാൻ.
അത് വീട്ടിലുള്ള അലമാരിക്കകത്തുണ്ട്. വീട്ടിലുള്ള അലമാരക്കകത്തോ? എന്നോട് നീ പറഞ്ഞത് ഗൺ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കണമെന്നല്ലേ? അതുകൊണ്ടാ ഞാൻ വീട്ടിലെ അലമാരിയിൽ ഗൺ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ആ, മണ്ടൻ. ആ, അത് കൊള്ളാലോ. ആ, ഇനി ഇത് വെച്ച് നമുക്ക് നമ്മുടെ പണി തീർക്കാം. ആരും തന്നെ അനങ്ങി പോകരുത്. ആരെങ്കിലും ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തു പോകാൻ നോക്കിയാ അവരെ ഞാൻ വെടിവെച്ചിടും. ആ ചേട്ടായി, ഞങ്ങളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, ഞങ്ങൾ പൊക്കോട്ടെ. നടക്കില്ല. ഞങ്ങൾ കൊള്ളയടിച്ചതിന് ശേഷം ഇവിടെ നിന്ന് പോയാൽ മതി. എടുക്ക, വേഗം പൈസ എടുക്ക. ഇവര് സൂപ്പർ മാർക്കറ്റ് കൊള്ളയടിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാവും. അങ്ങോട്ട് പോയി നമുക്ക് എന്തെങ്കിലും ഒന്ന് ആലോചിക്കാം. മഴ വന്നാൽ എന്തുകൊണ്ടാണ് എലിപ്പനി വരുന്നത്? നീ എന്തിനാ കാഷ്യറിന് മുൻപിൽ തോക്ക് ചൂണ്ടുന്നത്? അടികൈ. നമ്മളിവിടെ ഉള്ളപ്പോ ഈ സൂപ്പർ മാർക്കറ്റ് എങ്ങനെ കൊള്ളയടിക്കാൻ കഴിയും? എന്താ നമ്മൾ കൊള്ളയടിക്കാൻ പോവാണോ? അല്ല, നമ്മൾ രക്ഷിക്കാൻ പോവുകയാണ്. ഇങ്ങോട്ട് നോക്ക്. ഒരുത്തന്റെ കയ്യിൽ ഗണ്ണുണ്ടെങ്കിൽ പിന്നെ അവന്റെ അടുത്ത് കളിക്കാൻ പോകരുത്. സംശയമുണ്ടോ? നീ എന്താടാ നോട്ട് അച്ചടിക്കുകയാണോ അവിടെ? വേഗം എടുക്കടാ. നീ എന്തായി ചെയ്യുന്നത്? ഇതെന്താ കളിക്കാനുള്ള സമയമാണോ? സംശയമുണ്ടോ? ബനി, നമ്മൾ രക്ഷിക്കേണ്ടതാണ്. പോലീസ് വന്നു തോന്നോ? എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ഇപ്പൊ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന്? എടാ നീ എന്തായി കാണിച്ചത്? എടാ ഹണി, നീ അതൊന്ന് അണച്ചു വെക്കേ. കഴുതേ, എന്തിനാണ് ആംബുലൻസിന്റെ സൈറൻ ഇട്ട് വെച്ചത്? എനിക്ക് ആംബുലൻസിന്റെ സൗണ്ട് വളരെ ഇഷ്ടമാണ്. എന്റെ അമ്മോ! ആംബുലൻസും വന്നിരിക്കുകയാണടാ. ആദ്യം നമ്മളെ തട്ടും, എന്നിട്ട് ആംബുലൻസിൽ എടുത്തിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. ഓടിക്കോ. ആരെങ്കിലും ഞങ്ങളെ തടയാൻ നോക്കിയാൽ വെടിവെച്ചിടും, പറഞ്ഞേക്കാം. കള്ള തത്തേ, എന്റെ കണ്ണുതാടാ. മര്യാദക്ക് എന്റെ കണ്ണുതാടാ. തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യുമെന്ന് പറ. നീ എന്താ എന്നെ പറപ്പിക്കോ? എടാ നിക്കടാ, ഒന്ന് നിക്കടാ. എന്റെ കാല് കഴിക്കുന്നടാ. പ്ലീസ് ആ ഗണ്ണൊന്ന് താടാ. ഗണ്ണുണ്ടായാ മാത്രം പോരാ, അത് വെച്ച് ഷൂട്ട് ചെയ്യാനും പഠിക്കണം. സംശയമുണ്ടോ? ആ ഗണ്ണ് കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലടാ തത്തേ. അത് ഡ്യൂപ്ലിക്കേറ്റ് ഗണ്ണാടാ. ഓ മരമണ്ട. ഡ്യൂപ്ലിക്കേറ്റ് കണ്ണോ? ഞങ്ങളെ മണ്ടന്മാരാക്കിയിരുന്നോ? ഡ്യൂപ്ലിക്കേറ്റ് ഗണ്ണ ഇടിക്കാവന്മാരെ. എടാ, ഞാനും ഇടിക്കും. അയ്യോ, അടിക്കല്ലേ. വേണ്ട. അയ്യോ, അയ്യോ, അയ്യോ. എടാ ഹണി, ഒന്ന് നിർത്തടാ. നിന്റെ സഹായം ഒന്നും ഞങ്ങക്ക് വേണ്ട. മാറി നിക്ക്. എല്ലാവരും മാറി നിക്ക്. ആരും അടുത്തേക്ക് വന്നേക്കരുത്. അടുത്തേക്ക് വന്നാ വരുന്നവന്റെ പണി തീർക്കും ഞാൻ. ഐഡിയ. നന്നായിട്ട് കളിക്കും മക്കളെ.
താങ്ക് യു. ഈ കള്ളന്മാരിൽ നിന്നും നിങ്ങളാണ് ഞങ്ങളെ രക്ഷിച്ചത്. നിങ്ങൾ 4 പേർക്കും ഇന്നത്തെ ഷോപ്പിംഗ് ഫ്രീ. വർഷം തോറും നടക്കും അമ്പലപ്പറമ്പിൽ വെടിക്കെട്ട് ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാനും കൊടുത്തേനെ 2 ഇടിക്കൂട്ട് അടികൈ.